പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ മാർക്കറ്റ് സിസ്റ്റം. എന്താണ് മാർക്കറ്റ് സിസ്റ്റം എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു. മാർക്കറ്റ് സിസ്റ്റം എന്ന് പറയുന്നത് രണ്ട് സിസ്റ്റം ഉണ്ട്. കമാൻഡ് സിസ്റ്റത്തിന്റെയും ക്യാപിറ്റൽ സിസ്റ്റത്തിന്റെയും മെയിൻ അഡ്വാൻറ്റേജുകൾ എടുത്തുകൊണ്ട് ഉണ്ടാക്കിയ സിസ്റ്റമാണ് മാർക്കറ്റ് സിസ്റ്റം. അവിടെ ഗവൺമെന്റിൻ്റെതായിട്ട് റോൾ ഉണ്ടാവും. ഇൻഡിവിജ്വലിന് അവരുടെ പ്രോപ്പർട്ടി മറ്റൊക്കെ റിസോഴ്സ് യൂസ് ചെയ്യാനും കഴിയും. അപ്പോൾ സെൻട്രലൈസ്ഡ് പ്ലാനിങ് വിത്ത് ഇൻഡിവിജ്വൽ ഓണർഷിപ്പ് മറ്റു കാര്യങ്ങളൊക്കെ ഉള്ള സിസ്റ്റത്തെയാണ് എന്ന് പറയുക മാർക്കറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. അതിന്റെ പ്രോപ്പർട്ടി, ഒന്നാമത്തെ പ്രോപ്പർട്ടി ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് പ്രൈവറ്റ് പ്രോപ്പർട്ടി. ഈ പ്രൈവറ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് മാർക്കറ്റ് സിസ്റ്റത്തിന്റെ കോർണർ സ്റ്റോൺ ആണ്. ഇവിടെ ഇൻഡിവിജ്വലിന് അല്ലെങ്കിൽ ഫേമിന് ഓൺ ചെയ്യാനും യൂസ് ചെയ്യാനും ട്രാൻസ്ഫർ ചെയ്യാനും റിസോഴ്സ് ഓൺ ചെയ്യാനും അവർക്ക് ഓൺ ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാൻ പറ്റും, ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ഈ ഓണർഷിപ്പ് എന്ന് പറയുന്നത് ദിസ് ഓണർഷിപ്പ് ഇൻസെന്റീവ്സ് ഇൻഡിവിജ്വൽ ടു ഇൻവെസ്റ്റ് ഇൻ ആൻഡ് മാനേജ് ദെയർ പ്രോപ്പർട്ടി എഫക്റ്റീവ്ലി. അവരുടെ പ്രോപ്പർട്ടീസ് എഫക്റ്റീവ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനും മാനേജ് ചെയ്യാനും ഈ ഓണർഷിപ്പ് അവർക്ക് ഒരു ഇൻസെന്റീവ് ആണ്. നോയിങ് ദേ വിൽ ബെനിഫിറ്റ് ഫ്രം എനി ഇംപ്രൂവ്മെന്റ് ഓർ ഇന്നോവേഷൻ ദേ ഇൻട്രൊഡ്യൂസ്. അവർ ചെയ്യുന്നതിൽ നിന്ന് ഇംപ്രൂവ്മെന്റും ഇന്നോവേഷനും ഒക്കെ അവർക്കൊരു ബെനിഫിറ്റിന് വേണ്ടിയിട്ടാണ്. ലീഗൽ പ്രൊട്ടക്ഷൻ ഓഫ് property right fosters a secure environment for economic transaction, enabling parties to engage confidently in buying and selling. ഇവിടെ ഒരു ലീഗൽ പ്രൊട്ടക്ഷൻ കൊടുക്കുന്നുണ്ട് ഈ മാർക്കറ്റ് സിസ്റ്റത്തിൽ. സ്വത്ത് വാങ്ങാനും വിൽക്കാനൊക്കെ ഉള്ള അത് അവർക്ക് ഒരു കോൺഫിഡന്റ് നൽകുന്നുണ്ട്. റൈറ്റ് ടു ഓൺ പ്രോപ്പർട്ടി എക്സ്റ്റെൻഡ് ഇൻ ഇന്റലക്ച്വൽ ക്രിയേഷൻ, എൻകറേജിങ് ക്രിയേറ്റിവിറ്റി ആൻഡ് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ്. ഇങ്ങനെ ഒരു പ്രോപ്പർട്ടി റൈറ്റ് ഉള്ളത് കൊണ്ട് തന്നെ അവർക്ക് ഒരു ഇന്റലക്ച്വൽ ക്രിയേഷനിലേക്കും അവരുടെ ക്രിയേറ്റിവിറ്റി എൻകറേജ് ചെയ്യുന്നതിലേക്കും ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റിലേക്കും നയിക്കും. അടുത്തത് ഫ്രീഡം ഓഫ് എന്റർപ്രൈസസ് ആൻഡ് ചോയ്സസ്. ഇൻ എ മാർക്കറ്റ് സിസ്റ്റം ദ ഫ്രീഡം ഓഫ് എന്റർപ്രൈസസ് ആൻഡ് ചോയ്സ് എംപവേഴ്സ് ഇൻഡിവിജ്വൽ ആൻഡ് ബിസിനസ് ടു മേക്ക് ദെയർ ഓൺ എക്കണോമിക് ഡിസിഷൻ. ഇവർക്കൊരു പുതിയൊരു ബിസിനസ് തുടങ്ങാൻ അവർക്ക് അവരുടേതായിട്ടുള്ള ചോയ്സ് ഉള്ളത് കൊണ്ട് തന്നെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവരുടേതായിട്ടുള്ള ഡിസിഷനുകൾ എടുക്കാൻ കഴിയും. ദിസ് ഫ്രീഡം അലോസ് എന്റർപ്രൈനേഴ്സ് ടു ക്രിയേറ്റ് ആൻഡ് റൺ ബിസിനസ്. പുതിയ ബിസിനസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, റൺ ചെയ്യാൻ സാധിക്കും. സെലക്ടിങ് the goods and service they wish to produce based on market demand. അവർക്ക് മാർക്കറ്റ് ഡിമാൻഡിന്റെ അടിസ്ഥാനത്തിൽ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് എന്ത് ചെയ്യാൻ പറ്റും, ഗുഡ്സ് ആൻഡ് സർവീസ് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കും. കൺസ്യൂമർ ഇൻ ടേൺ എൻജോയ് ദ ലിബർട്ടി ടു ചൂസ് ഫ്രം ഡൈവേഴ്സ് അറേ ഓഫ് പ്രൊഡക്ട്സ് ആൻഡ് സർവീസസ്. കൺസ്യൂമേഴ്സിന് അവർക്ക് ഇഷ്ടപ്പെട്ട പ്രൊഡക്ട്സ് വാങ്ങാനുള്ള ഒരു അവകാശം കിട്ടും. വിച്ച് ഡ്രൈവ്സ് കോമ്പറ്റീഷൻ among ബിസിനസ് ടു എൻഹാൻസ് ക്വാളിറ്റി ആൻഡ് റെഡ്യൂസ് പ്രൈസസ്. ഇതെന്ത് ചെയ്യും, ക്വാളിറ്റി ഇൻക്രീസ് ചെയ്യുന്നതിനും പ്രൈസ് റെഡ്യൂസ് ചെയ്യുന്നതിനും സഹായകരമായിരിക്കും. വർക്കേഴ്സ് ആൾസോ ബെനിഫിറ്റ് ഫ്രം ദിസ് ഫ്രീഡം ആസ് ദേ ക്യാൻ സീക്ക് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി ദാറ്റ് അലൈൻ വിത്ത് ദെയർ സ്കിൽ ആൻഡ് ഇൻട്രസ്റ്റ്, കോൺട്രിബ്യൂട്ടിംഗ് ടു എ മോർ സാറ്റിസ്ഫൈഡ് പ്രൊഡക്റ്റീവ് വർക്ക് ഫോഴ്സ്. ഇതിൽ ഉണ്ടാകുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇതിലൂടെ ആളുകൾക്ക് വർക്കേഴ്സിന് ഫ്രീഡം ഉണ്ട്. എന്ത് ജോലി ചെയ്യണം, അവരുടെ സ്കില്ലിന് അടിസ്ഥാനത്തിൽ അവരുടെ താല്പര്യങ്ങൾക്ക് അനുസരിച്ച് ജോലി ചെയ്താൽ മതി. അതിലൂടെ ഒരു സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റീവ് വർക്ക് ഫോഴ്സിനെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഇനി സെൽഫ് ഇൻട്രസ്റ്റ്, അടുത്ത ക്യാരക്ടറിസം. ഇവിടെയുള്ള സെൽഫ് ഇൻട്രസ്റ്റ് സെർവ്സ് ആസ് എ പവർഫുൾ മോട്ടിവേറ്റർ ഇൻ എ മാർക്കറ്റ് സിസ്റ്റം. അവരുടെ ഒരു ഇൻട്രസ്റ്റിന്റെ അടിസ്ഥാനത്തിലാണ് ഈ മാർക്കറ്റ് സിസ്റ്റത്തിൽ ആളുകൾ വസിക്കുന്നത്, അവരുടെ എക്കണോമിക് ആക്ടിവിറ്റികളൊക്കെ നടത്തുന്നത്. അതൊരു മോട്ടിവേറ്റർ ആണ്. നമ്മളൊരു ഇൻട്രസ്റ്റിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുക എന്ന് പറയുന്നത് നമ്മളൊരു മോട്ടിവേഷൻ. ഡ്രൈവിംഗ് ഇൻഡിവിജ്വൽ ആൻഡ് ബിസിനസ് ടു pursue their goals in a way that inadvertently benefits society. ഓരോരുത്തരും അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് സൊസൈറ്റിക്ക് ഒരു ബെനിഫിറ്റ് കൂടി ഉണ്ടാവും. എന്റർപ്രണേഴ്സ് സീക്സ് ടു മാക്സിമൈസ് പ്രോഫിറ്റ് ബൈ ക്രിയേറ്റിംഗ് പ്രൊഡക്ട്സ് ദാറ്റ് മീറ്റ് കൺസ്യൂമർ നീഡ്സ് വൈൽ കൺസ്യൂമേഴ്സ് എയിം ടു ഗെറ്റ് ദ ബെസ്റ്റ് വാല്യൂ ഓഫ് ദെയർ മണി. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റർപ്രണേഴ്സ് എന്തായിരിക്കും, മാക്സിമൈസ് പ്രോഫിറ്റ് ആയിരിക്കും അവരുടെ ലക്ഷ്യം. അതിനനുസരിച്ചുള്ള കൺസ്യൂമർ നീഡ്സിനനുസരിച്ചുള്ള സാധനങ്ങൾ അവർ പ്രൊഡ്യൂസ് ചെയ്യും. അതുപോലെ തന്നെ കൺസ്യൂമറിന്റെ എയിം എന്തായിരിക്കും, അവരുടെ മണിക്കനുസരിച്ചുള്ള നല്ല യൂട്ടിലിറ്റി ഉള്ള സാധനങ്ങൾ ലഭിക്കണം. അപ്പോൾ ഓരോരുത്തരും അവരുടെ സെൽഫ് ഇൻട്രസ്റ്റിന്റെ അടിസ്ഥാനത്തിലായിരിക്കും വർക്ക് ചെയ്യുക. നെക്സ്റ്റ്, കോമ്പറ്റീഷൻ. ഈ മാർക്കറ്റ് സിസ്റ്റത്തിന്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് കോമ്പറ്റീഷൻ ആണ്. ഇവിടെ ഈ കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് ഒരു ഫോസ്റ്ററിംഗ് എൻ എൻവിറോൺമെന്റ് വേർ മൾട്ടിപ്പിൾ ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് ഇന്ററാക്ട് ഫ്രീലി. അതുകൊണ്ട് തന്നെ ഈ ബയേഴ്സിനും സെല്ലേഴ്സിനും എക്കോണമിയിൽ വളരെ ഫ്രീ ആയിട്ട് interact ചെയ്യാൻ പറ്റും. This competitive landscape ensure that no single entity can dominate the market. മാർക്കറ്റിൽ ഒരു സിംഗിൾ എൻറ്റിറ്റി ഉണ്ടാവില്ല. എല്ലാവർക്കും അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് സാധനങ്ങൾ വാങ്ങാനും വിൽക്കാനൊക്കെ ഉള്ള അവകാശം. ലീഡിങ് ടു ബെറ്റർ പ്രൈസസ്. അതുകൊണ്ട് തന്നെ ഒരു കോമ്പറ്റീഷൻ ഉണ്ടാവും. ബെറ്റർ പ്രൈസിൽ സാധനങ്ങൾ കൺസ്യൂമേഴ്സിന് കിട്ടും, പ്രൊഡക്റ്റ് ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ് കിട്ടും, കൺസ്യൂമറിൽ അവർക്ക് ഇഷ്ടമുള്ള ചോയ്സിൽ സാധനങ്ങൾ എടുക്കാൻ കഴിയും. Firms are incentivized to innovate and enhance their offering to attract customers, resulting in continual advancement in technology and efficiency. ഈ ഫേമുകൾ എന്ത് ചെയ്യും, അവർക്ക് പുതുതായ കാര്യങ്ങളൊക്കെ ഇന്നോവേറ്റ് ചെയ്യും. അവർക്ക് മാർക്കറ്റിൽ കോമ്പറ്റീഷനിൽ പിടിച്ചിരിക്കും. ഇതെന്ത് ചെയ്യും, കസ്റ്റമേഴ്സിന് അട്രാക്ട് ചെയ്യാൻ അതിനനുസരിച്ച് കാര്യങ്ങളൊക്കെ അവർക്ക് ഇഷ്ടമുള്ളത് അട്രാക്ട് ചെയ്തുകൊണ്ട് അത് ഓഫർ ചെയ്തുകൊണ്ടായിരിക്കും ഫേമുകൾ വർക്ക് ചെയ്യുക. ഇതെന്ത് ചെയ്യും, ഒരു ടെക്നോളജിക്കൽ എഫിഷ്യൻസി, ഒരു എഫിഷ്യന്റ് ആയിട്ടുള്ള
ഒരു മാർക്കറ്റ് സിസ്റ്റം അവിടെ ഉണ്ടാവും. അതിലൂടെ എല്ലാ അഡ്വാൻസ്മെന്റും അവരെടുത്തുകൊണ്ട് ഫേമുകൾ എന്ത് ചെയ്യും, വളരെ കൃത്യമായിട്ട് ഒരു കോമ്പറ്റീഷൻ ഏറ്റവും ബെസ്റ്റ് ആയിരിക്കണം എന്ന് വിചാരിച്ച് ചെയ്യുമ്പോൾ അത് കസ്റ്റമേഴ്സിനായിരിക്കും അതിന്റെ ബെനിഫിറ്റ് ലഭിക്കാം. മാർക്കറ്റ്സ് ആൻഡ് പ്രൈസസ്. മാർക്കറ്റ് ആൻഡ് പ്രൈസസ് serve as a essential mechanism in the market system, facilitating the exchange of goods and service. ഇവിടെ മാർക്കറ്റ് സിസ്റ്റം ഉണ്ടാവും, പ്രൈസ് സിസ്റ്റം ഉണ്ടാവും. അത് ആണ് ഈ മാർക്കറ്റ് സിസ്റ്റത്തിന്റെ ഒരു എസെൻഷ്യൽ മെക്കാനിസം എന്ന് പറയുന്നത്. ഇത് ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ്. പ്രൈസ് എമർജ് ഫ്രം ദ ഇന്ററാക്ഷൻ ഓഫ് supply and demand, acting as a signal that convey information about consumer preference and resource availability. പ്രൈസ് ഡിറ്റർമിൻ ചെയ്യുന്നത് സപ്ലൈയും ഡിമാൻഡും ഈക്വൽ ആവുന്ന പോയിന്റില്ല. അതിലൂടെ എന്ത് ചെയ്യാൻ പറ്റും, വളരെ കൃത്യമായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ കിട്ടും. എന്താണ് കൺസ്യൂമറിന്റെ പ്രിഫറൻസ്, റിസോഴ്സ് അവൈലബിലിറ്റി ഒക്കെ. വെൻ ഡിമാൻഡ് ഫോർ എ പ്രൊഡക്റ്റ് ഇൻക്രീസ്, പ്രൈസ് ടിപ്പിക്കലി റൈസ്, ഇൻസെന്റിവൈസിങ് പ്രൊഡ്യൂസേഴ്സ് ടു ഇൻക്രീസ് സപ്ലൈ ടു മീറ്റ് ദാറ്റ് ഡിമാൻഡ്. എന്ന് പറഞ്ഞാല് ഒരു ഗുഡിനുള്ള ഡിമാൻഡ് കൂടിക്കഴിഞ്ഞാൽ പ്രൈസ് അതിനനുസരിച്ച് കൂടും. അതിലൂടെ എന്ത് ചെയ്യാൻ പറ്റും, പ്രൊഡ്യൂസർക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാനും സാധിക്കും. പ്രൈസ് കൂടുമ്പോൾ കൂടുതലായിട്ട് സപ്ലൈ കൂടും. അല്ലെങ്കിൽ ഡിമാൻഡ് വാൻസ് പ്രൈസ് ഫാൾ, പ്രൊമോട്ടിംഗ് പ്രൊഡ്യൂസേഴ്സ് ടു അഡ്ജസ്റ്റ് ദെയർ ഔട്ട്പുട്ട് അക്കോർഡിംഗ്ലി. ഡിമാൻഡ് കുറഞ്ഞു കഴിഞ്ഞാൽ പ്രൈസ് ഫാൾ ചെയ്യും. അതിലൂടെ എന്ത് ചെയ്യാൻ പറ്റും, ആവശ്യത്തിനുള്ള ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്താൽ മതി പ്രൊഡ്യൂസർക്ക്. ദിസ് ഫ്ലൂയിഡ് പ്രൈസിംഗ് സിസ്റ്റം അലോസ് ഫോർ എഫിഷ്യന്റ് റിസോഴ്സ് അലോക്കേഷൻ, എൻഷുറിംഗ് ദാറ്റ് ഗുഡ്സ് ആൻഡ് സർവീസ് ആർ പ്രൊഡ്യൂസ്ഡ് ഇൻ ക്വാണ്ടിറ്റി ദാറ്റ് റിഫ്ലക്ട് ദ കൺസ്യൂമർ നീഡ്സ്. ഈ ഒരു സിസ്റ്റം ഉള്ളത് കൊണ്ട് തന്നെ എഫിഷ്യന്റ് ആയിട്ട് റിസോഴ്സ് അലോക്കേഷൻ അവിടെ നടക്കും. അതുപോലെ തന്നെ എന്ത് ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യണം, എത്ര ക്വാണ്ടിറ്റി പ്രൊഡ്യൂസ് ചെയ്യണം എന്നൊക്കെ ഇതിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനിക്കും. ഈ മാർക്കറ്റ് സെക്ടർ എൻകറേജ് കോമ്പറ്റീഷൻ ആസ് ബിസിനസ് ട്രൈ ടു ഓഫർ ബെറ്റർ പ്രൊഡക്റ്റ് അറ്റ് കോമ്പറ്റീറ്റീവ് പ്രൈസ് ആൻഡ് ബെനിഫിറ്റിംഗ് കൺസ്യൂമർ ഓവറോൾ. ഇതിലൂടെ എന്ത് ചെയ്യും, ഈ മാർക്കറ്റ് സിസ്റ്റത്തിൽ ഒരു കോമ്പറ്റീഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ ബിസിനസ് എന്ത് ചെയ്യും, വളരെ ബെറ്റർ ആയിട്ടുള്ള പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ബിസിനസ്സേഴ്സ് തീരുമാനിക്കും. അത് കൺസ്യൂമറിനായിരിക്കും അതിന്റെ ബെനിഫിറ്റ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ടെക്നോളജി ആൻഡ് ക്യാപിറ്റൽ ഗുഡ്സ്. മാർക്കറ്റ് സിസ്റ്റത്തിൽ സ്ട്രോങ് emphasis on role of technology and capital goods in enhancing productivity and efficiency. ടെക്നോളജിയുടെ റോള് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിന്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യാൻ പറ്റും, പ്രൊഡക്ടിവിറ്റി കൂടും, എഫിഷ്യൻസി കൂടും. അതേപോലെ ക്യാപിറ്റൽ ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള സിസ്റ്റം. ബിസിനസ് ആർ മോട്ടിവേറ്റ് ടു അഡോപ്റ്റ് ന്യൂ ടെക്നോളജി ആൻഡ് ഇൻവെസ്റ്റ് ഇൻ അഡ്വാൻസ്ഡ് ക്യാപിറ്റൽ എക്യുപ്മെന്റ് ടു ഇംപ്രൂവ് ദെയർ പ്രൊഡക്ഷൻ പ്രോസസ്. ബിസിനസ് മോട്ടിവേറ്റ് ചെയ്യും, പുതിയ ടെക്നോളജി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് മോട്ടിവേറ്റ് ചെയ്യും. അതിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ്മെന്റ് നടത്തും ക്യാപിറ്റൽ എക്യുപ്മെന്റിൽ. അതിലൂടെ പ്രൊഡക്ഷൻ പ്രോസസ് ഇംപ്രൂവ് ചെയ്യും. വലിയ രീതിയിലുള്ള ന്യൂ മെത്തേഡുകളും ടൂളുകളും ഒക്കെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ കോസ്റ്റ് കുറയും, ഔട്ട്പുട്ട് കൂടുകയും. അതിന്റെ ഒരു ഇത് ആർക്കാണ് അതിന് ബെനിഫിറ്റ് കിട്ടുക, ക്വാളിറ്റി ഗുഡ്സ് വളരെ കുറഞ്ഞ പൈസക്ക് ആർക്ക് കിട്ടും, കൺസ്യൂമർ കിട്ടും. ഇത് കൺസ്യൂമറിന്റെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഇൻക്രീസ് ചെയ്യും. അടുത്തത് സ്പെഷ്യലൈസേഷൻ. ഇതിന്റെ ക്രിട്ടിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മാർക്കറ്റ് സിസ്റ്റം അലോ ഇൻഡിവിജ്വൽ ഫേംസ് ആൻഡ് റീജിയൻ ടു ഫോക്കസ് ഓൺ പ്രൊഡ്യൂസിംഗ് സ്പെസിഫിക് ഗുഡ്സ് ആൻഡ് സർവീസ്. ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഗുഡ്സ് ആൻഡ് സർവീസിൽ അവർക്ക് സ്പെഷ്യലൈസ് ചെയ്യാൻ പറ്റും. ഒരാൾക്ക് ഏറ്റവും എഫിഷ്യന്റ് ആയിട്ട് ഉണ്ടാക്കാൻ കഴിയുന്ന സാധനങ്ങൾ കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ഇതെന്ത് ചെയ്യും, ഡിവിഷൻ ഓഫ് ലേബർ എൻഹാൻസ് എഫിഷ്യൻസി as workers can develop expertise in particular task leading to higher output quality and faster production times. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെഷ്യലൈസ് ചെയ്യുമ്പോൾ ഒരു കമ്പനിയിൽ ഒരു സ്പെഷ്യലൈസേഷൻ ഉണ്ടാകുമ്പോൾ ഒരു സാധനം മാത്രം പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിന്റെ ഓരോ പാർട്ടും ഓരോരുത്തരായിരിക്കും ചെയ്യുക. അപ്പൊ ആ പാർട്ട് ചെയ്യുന്ന ആളുകൾ എന്ത് ചെയ്യും, കൂടുതലായിട്ട് അവർ എഫിഷ്യന്റ് ആയിട്ടായിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുക. അതിലൂടെ പ്രൊഡക്ഷൻ ഇംപ്രൂവ് ചെയ്യും. യൂസ് ഓഫ് മണി. The use of money is fundamental aspect of the market system that is simplify economic transaction and enhance market efficiency. ഇതിലുള്ള മറ്റൊരു ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയാം, പണം യൂസ് ചെയ്യാൻ കഴിയും. അതെന്ത് ചെയ്യാൻ പറ്റും, മാർക്കറ്റ് സിസ്റ്റം മാർക്കറ്റ് എക്കണോമിക് ട്രാൻസാക്ഷൻ സിംപ്ലിഫൈ ചെയ്യും. ആക്റ്റീവ് ആൻഡ് ബട്ട് ലിമിറ്റഡ് ഗവൺമെന്റ്. ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള ഗവൺമെന്റ് ഉണ്ടായിരിക്കും. ഈ മാർക്കറ്റ് സിസ്റ്റത്തിൽ ഗവൺമെന്റ് പ്ലേസ് ആക്റ്റീവ് റോൾ ബട്ട് ലിമിറ്റഡ് റോൾ ആയിരിക്കും ഉണ്ടാവും. ആക്റ്റീവ് ആയിട്ടായിരിക്കും അവർ വർക്ക് ചെയ്യുക. അത് പബ്ലിക്കിന്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യുന്നിടത്തും അവിടുത്തെ മാർക്കറ്റ് സിസ്റ്റം മുന്നോട്ട് കൊണ്ടുപോകുന്നിടത്തും എക്കോണമി സ്റ്റെബിലൈസ് ചെയ്ത് നിർത്തുന്നിടത്തും ഒക്കെ ഈ ഗവൺമെന്റ് ആയിരിക്കും വർക്ക് ചെയ്യുക. ഓക്കെ, ഇത്ര കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇതിന്റെ പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക്സ്. മാർക്കറ്റ് സിസ്റ്റത്തിൽ ഒരു ഗവൺമെന്റ് ഉണ്ടാവും, അവർക്ക് വളരെ ആക്റ്റീവ് ആയിട്ട് ആയിരിക്കും അവർക്ക്, പക്ഷെ ലിമിറ്റഡ് റോൾ ആയിരിക്കും. മാർക്കറ്റിലെ ഡിമാൻഡും സപ്ലൈയുടെ അടിസ്ഥാനത്തിലായിരിക്കും മാർക്കറ്റിലെ പ്രൈസ് ഒക്കെ തീരുമാനിക്കുക. ഇതിന്റെ ഒക്കെ ബെനിഫിറ്റ് കിട്ടുന്നത് അവസാനമായിട്ട് കൺസ്യൂമേഴ്സിനായിരിക്കും.